ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പാർട്ടും ആണ്, അതേപോലെ തന്നെ ലാസ്റ്റ് പാഠമാണ്. നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ ഈ ഒരു കഥ മൊത്തം എടുത്ത് തീർക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു കവിത മൊത്തം എടുത്ത് തീർക്കുന്നതാണ്. ഇതോടെ നമ്മൾ ഈ അറബിക്കിൻ്റെ ക്ലാസ്സും തീരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ അറബി ക്ലാസ് മൊത്തം ഒരൊറ്റ സിംഗിൾ വാച്ച് ആയിങ്ങാണ്ട് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പാർട്ടും ഒരൊറ്റ പാർട്ടിലാക്കിയാണ്ട് പാഠം 1 മുതൽ നമ്മൾ ഈ പാഠം അവസാനിക്കുന്ന ഈ പാർട്ട് വരെ, ഈ വീഡിയോ വരെ എല്ലാതും ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിങ്ങാണ്ട് പാഠം 1 മുതൽ അവസാനം വരെ എടുക്കുന്ന ഒരൊറ്റ വീഡിയോ, ഏകദേശം 10 മണിക്കൂർ ഉണ്ടാവും ആ വീഡിയോ. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇടുന്നതാണ്. അതിലിപ്പോൾ നിങ്ങൾക്ക് അടിച്ചുവിട്ട് കണ്ട് ഇങ്ങനെ ഏതൊക്കെ പാഠം കണ്ടത് അങ്ങനെയൊക്കെ കാണാം. ഇൻഷാ അല്ലാഹ് അത് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും റിലീസാവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ ക്ലാസ് കഴിഞ്ഞു, അറബി ക്ലാസ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ കുറേ സ്റ്റോറീസ് ആയിരിക്കും ഇവിടെ. സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ കാണുന്ന സ്റ്റോറീസ്, അങ്ങനത്തെ ഓരോ സ്റ്റോറീസ് അല്ല. ഇപ്പോൾ നമ്മൾ ഈ വിചിത്രമായ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ടാവില്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേമസ് യൂട്യൂബറായ അഫ്ലു, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അശ്വിൻ മടപ്പള്ളി, അവർക്ക് ഇടുന്ന ഓരോ വീഡിയോസ് ഉണ്ടല്ലോ സ്റ്റോറീസ്, ഫൺ ഫാക്ട്സും ഇടയ്ക്ക് നമ്മളിടും. ഓരോ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടും. അതേപോലെ തന്നെ ഈ അഫ്ലു അവരെ പോലെയുള്ള കുറേ സ്റ്റോറികൾ, നല്ല നല്ല സ്റ്റോറികൾ എന്തുണ്ടാവും നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും എന്താവും സപ്പോർട്ട് ചെയ്യാനായിട്ട്. നല്ല നല്ല കുറേ സ്റ്റോറീസ് ആയിരിക്കും ഉണ്ടാവുക. കേൾക്കാൻ തന്നെ നല്ല രസമായ വിചിത്രമായ കുറേ സ്റ്റോറീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്താവണം, അത് കേൾക്കണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് എന്താവുക ഇടല്ലേ, ഒന്നും ആരും മറക്കരുത്. എല്ലാവരും എന്താവുക ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഇനി ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എന്താവുക, എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ അവസാനത്തെ പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പാഠത്തിൻ്റെ പേര് ഇന്ന ഖരീബാനി ഹ ഉന. തീർച്ചയായിട്ടും നമ്മൾ 2 പേര് വിദേശികളാണ്. ഹ ഹുന, ഇവിടെ നമ്മൾ 2 പേരും എന്താണ്, വിദേശികളാണ്. ഇത് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ 2 പേരും ഇവിടെ വിദേശികളാണ്. അപ്പോൾ ഈ കവിത വായിച്ചു കഴിയുമ്പോൾ എന്താണ് ഈ സംഭവം, ഹെഡിങ്ങിൻ്റെ പ്രസക്തി ഇവിടെ എന്താണ് ഒക്കെ നമുക്ക് എന്താവുന്നതാണ്, മനസ്സിലാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കവിതയിലേക്ക് പോവാം. ലഖദ് കുന്തു ഫീ ദർബിൻ ബിബഗ്ദാദിൻ മാശിയൻ വഖദ് ഔശകത് ശംസുൻ നഹാരി തഗീബു. ലഖദ് കുന്തു, തീർച്ചയായിട്ടും ഞാൻ ആയിരുന്നു, ഫി ദർബിൻ, സ്ട്രീറ്റിലായിരുന്നു, തെരുവിലായിരുന്നു, ബി ബഗ്ദാദി മാഷിയൻ, ബഗ്ദാദിലെ തെരുവിൽ. ഓക്കെ, ദർബ് പറഞ്ഞാൽ തെരുവ്, സ്ട്രീറ്റ്. ഓക്കെ, ബഗ്ദാദിലെ തെരുവിൽ കൂടി ഞാനിങ്ങനെ മാഷിയൻ, നടക്കുന്നവനായിരുന്നു. അപ്പം കവി പറയാണ്, ഞാനിങ്ങനെ ബഗ്ദാദിലെ തെരുവിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. വഖദ് ഔശകത് ശംസുൻ നഹാരി തഗീബു. വഖദ് ഔശകത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നു, വഖദ് ഔശകത്ത്, തീർച്ചയായിട്ടും അടുത്തിരിക്കുന്നു, ശംസുൻ നഹാരി, പകലിൻ്റെ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്തായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. തഗീബു, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി അടുത്തിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. വഖദ് ഔശകത്ത് ശംസുൻ നഹാരി തഗീബു. വഖദ് ഔശകത്ത്, തീർച്ചയായിട്ടും അടുത്തിരിക്കുന്നു, ശംസുൻ നഹാരി, വഖദ് ഔശകത്ത് ശംസുൻ നഹാരി തഗീബു. വഖദ് ഔശകത്ത്, തീർച്ചയായിട്ടും അടുത്തിരിക്കുന്നു, ശംസുൻ നഹാരി, പകലിൻ്റെ സൂര്യൻ അടുത്തിരിക്കുന്നു, തഗീബ, എന്തിനു വേണ്ടിയിട്ടാണ് അത്, പകലിൻ്റെ സൂര്യൻ മറയാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അയാളിങ്ങനെ നടന്നിങ്ങനെ പോയപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി വസാദഫത്ത് ശൈഖൻ ഖദ് ഹന ദഹ്റു ലഹു ഫൗക മുസ്തനി ത്വരീഖി ദബീബു. ഓക്കെ, ഫസാദഫത്ത് ശൈഖൻ, അപ്പം ഞാനെന്തായി, ഒരു വൃദ്ധനെ ഞാനെന്തായി കണ്ടു. ഖദ് ഹന, വളഞ്ഞിരിക്കുന്നു, അദ്ദഹ്റു, കാലം വളച്ചിരിക്കുന്നു, ലുഹറോ, അദ്ദേഹത്തിൻ്റെ പുറത്തെ കാലം എന്തായിരിക്കുന്നു,
വളച്ചിരിക്കുന്നു. ദഹ്റെന്ന കാലം, ഹനന വളച്ചിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു വയസ്സായ ആളാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ വയസ്സായ ആൾ ഇങ്ങനെ ചെറിയൊരു വളഞ്ഞുകാണ്ടൊക്കെ ഉണ്ടാവൂലേ, പുറം ഇങ്ങനെ വളഞ്ഞുകാണ്ട് വയസ്സായതിൻ്റെ കാരണത്താൽ അങ്ങനത്തെ ഒരാളെ അദ്ദേഹം ഇവിടെ കണ്ടു എന്നാണ് പറഞ്ഞത്. ലഹു ഫൗക മുതമസ്സിനു ത്വരീഖി ദബീബു. ഓക്കെ, ലഹു ഫൗക മുതസമ്മിൻ, അദ്ദേഹം വഴിയിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ലഹു ഫൗക മുസ്തന്നി ത്വരീഖി ദബീബു, അദ്ദേഹം ആ ഉയർന്ന വഴിയിൽ കൂടി എങ്ങനെയാണ് നടക്കുന്നത്, ഉയർന്ന വഴിയിൽ കൂടി എങ്ങനെയാണ് നടക്കുന്നത്, ദബീബു എന്നെ ആയിട്ടാണ് അദ്ദേഹം എന്താകുന്നത് ആ വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. അലൈഹി സിയാബുൻ റസ്സത്തുൻ ഗൈറ അന്നഹാ ലിളാഫു വലം തദ്നസ് ലഹുന്ന ജുയൂബു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേലുണ്ട്, സിയാബുൻ വസ്ത്രമുണ്ട്, റുസ്സത്തുൻ കീറിയ വസ്ത്രമാണ്, വളരെയധികം മോശമായ ദാരിദ്ര്യമായ കീറിയ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ഗൈറ അന്നഹ, എന്നാലും അത് യലാഫുൻ വൃത്തിയുള്ള ഒരു വസ്ത്രമാണ് അദ്ദേഹം എന്നാലും ധരിച്ചിട്ടുള്ളത്. കീറിയതാണ്, പക്ഷെ എന്നാലും ആ വസ്ത്രങ്ങൾക്ക് എന്തുണ്ട്, വൃത്തിയുണ്ട്. വലം തദ്നസ്, അത് മോശമായിട്ടില്ല. ലഹുന്ന ജുയൂബുൻ, അതിന് കുറേ കീശകളുമുണ്ട്. അദ്ദേഹം ധരിച്ച വസ്ത്രം എങ്ങനെയാണ്, കുറേ കീറിയാണ്ടും വളരെയധികം പാവപ്പെട്ട ദാരിദ്ര്യമായ ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. മാത്രമല്ല നിളാഫുൻ, എന്നാലും അത് വൃത്തിയുണ്ട്, മോശമായതൊന്നല്ല, അതിന് കുറേ കീശകളുമുണ്ട്. ജുയൂബിൻ. ഓക്കെ, യസീറുൽ ഹുവൈന വൽ ജമാഹീറു ഖൽഫഹു യസുബ്ബൂനഹു വശൈഖു ലൈസ യുജീബു. യസീറു ഹുവൈന, അദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത്, യസീറു അദ്ദേഹം സഞ്ചരിക്കുന്നു, ഹുവൈന വളരെയധികം പതുക്കെയായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. വൽ ജമാഹീറു ഖൽഫഹു, എന്നാൽ വൽ ജമാഹീറു, ഈ ജമാഹീർ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടമാകുന്നത്, ക്രൗഡ്. ഖൽഫഹു, അദ്ദേഹത്തിൻ്റെ പിന്നിലാണ്. വൽ ജമാഹീറു, ജനക്കൂട്ടമാകുന്നത്, ഖൽഫഹു, അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് ജനക്കൂട്ടമാകുന്നത്. യസുബ്ബൂനഹു, അദ്ദേഹത്തെ അവർ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. വശൈഖു ലൈസ യുജീബു, വശൈഖു ആ വൃദ്ധനാകുന്നത്, ലൈസ യുജീബു അവർക്ക് എന്താകുന്നില്ല, ഉത്തരം നൽകുന്നില്ല. വശൈഖു ലൈസ യുജീബു, ആ വൃദ്ധനാകുന്നത്, ലൈസ യുജീബു അതിനെന്താവുന്നില്ല, അവർ ഉത്തരം നൽകുന്നില്ല. അഹാലു അലൈഹി ബിൽ ഹസാ യർജുമൂനഹു. ഓക്കെ, അഹാലു അലൈഹി ബിൽ ഹസാ യർജുമൂനഹു ഫി റഅസ് മിൻഹു ശുജ്ജത്തുൻ വനദൂബു. അഹാലു, അവരിങ്ങനെ എറിയുന്നുണ്ട്, അലൈഹി ആ വൃദ്ധൻ്റെ മേൽ അവരിങ്ങനെ എറിയുന്നുണ്ട്, വൃദ്ധനെ അവർ എറിയുന്നുണ്ട്, വൃദ്ധനെ അവർ ദുർബലമാക്കുന്നുണ്ട്. ഓക്കെ, അഹാലു അലൈഹി ബിൽ ഹസ, വടികൊണ്ടും ഒക്കെ അവരെന്താവുന്നുണ്ട്, അവർ ദുർബലമാക്കുന്നുണ്ട്. യർജുമൂനഹു, അവർ ആ വൃദ്ധനെ അതുകൊണ്ട് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ വഫിർ റഅസി, അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്, മിൻഹു അദ്ദേഹത്തിൻ്റെ തലയിലായിരിക്കുന്നു, അവരിങ്ങനെ ജനങ്ങളിങ്ങനെ അദ്ദേഹത്തെ എറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തലയായിരിക്കുന്നു. ശുജ്ജത്തുൻ, കുറേ മുറിവുകളുണ്ട്, വനദൂബ് കുറേ പാടുകളുമുണ്ട്. ജനങ്ങളിങ്ങനെ എറിഞ്ഞിട്ട് കുറേ പാടും മുറിക്കായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലഹു വഖഫത്തുൻ യുഖ്വാ ബിഹാ സുമ്മ ശഹ്ഖത്തുൻ തകാദു ലഹൻ നഫ്സു ശഹീഖി തദൂബു. ലഹു വഖഫത്തുൻ, ഓക്കെ, അദ്ദേഹമാവുന്നത് ലഹു വഖഫത്തുൻ, ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യുഖ്വാ ബിഹ, അതുകൊണ്ട് ഒന്നും കൂടി ശക്തി ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലഹു വഖഫത്തുൻ, ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യുഖ്വാ ബിഹ, അതുകൊണ്ട് ഒരു ആരോഗ്യം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുമ്മ ശഹ്ഖത്തുൻ, പിന്നെ സുമ്മ ശഹ്ഖത്തുൻ, ചിലപ്പോൾ അദ്ദേഹം എന്താകും, ചില സമയങ്ങളിൽ അദ്ദേഹം കിടക്കുന്നുമുണ്ട്. എന്തിനായി കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന് ഒന്നുകൂടി ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തകാദു ലഹൻ നഫ്സു ശഹീഖു തദൂബു, തകാദു നഫ്സു ശഹീഖു തദൂബു. ഓക്കെ, തകാദു ലഹൻ നഫ്സു, ലഹാ നഫ്സു, തകാദു ആകുന്നതാണ്, ലഹാ നഫ്സു ശഹീഖി, നല്ല മനസ്സുള്ള ആളുകളുടെ
നല്ല മനസ്സുള്ള ആളുകളുടെ മനസ്സാകുന്നതാണ് തദൂബ്, ഉരുകിയൊരുക്കുന്നതാണ്. അങ്ങനത്തെ ഓരോ കാഴ്ചയാണ് ഇവിടെ എന്താവുന്നത്, കാണുന്നത്. ഫസഅൽതു മൻ ഹാദാ ഫഖാല മുജാവിബു, ഫസഅൽതു ഞാൻ ചോദിച്ചു, മൻ ഹാദാ ഇതാരെന്ന് ചോദിച്ചു. ഫഖാല മുജാവിബു, അപ്പോൾ അദ്ദേഹത്തെ അതിന് ആൻസറായി കണ്ട് ഒരാൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹുവൽ ഹഖു സത്യമാണ്, ജാ അൽ യൗമ അത് സത്യമാണ്, ജാ അൽ യൗമ ഈ ദിവസം അദ്ദേഹം എന്തായിട്ടുണ്ട്, ഇന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഫഹുവ അദ്ദേഹമാവുന്നത് ഖരീബുൻ ഒരു വിദേശിയാണ്. അപ്പോൾ ആൻസറായിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ചോദിച്ചത് സത്യം തന്നെയാണ്, പക്ഷെ അദ്ദേഹം വന്നത് എന്താണ്, അദ്ദേഹം ഇന്ന് അങ്ങോട്ട് വന്നത് അദ്ദേഹം ഒരു വിദേശിയാണ് എന്നാണ് പറഞ്ഞത്. ആ വൃദ്ധൻ ഒരു വിദേശിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫജിഅതു ഇലൈഹി നാസിറൻ വമുസല്ലിയൻ വദംഇ ലിശ്ഫാഖി അലൈഹി സബീബു. ഫജിഅതു ഞാൻ ചെന്നു, ഇലൈഹി അവനിലേക്ക് ഞാൻ ചെന്നു, ആ വൃദ്ധൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, നാസിറൻ സഹായിക്കാൻ വേണ്ടിയിട്ടും വമുസല്ലിയൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തായി ഞാൻ ചെന്നു, വദംഇ ലിശ്ഫാഖി അലൈഹി സബീബു അതുകൊണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ആകെ ഇതായിട്ട് ആകെ വിഷമമായിട്ട് എന്താവുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട് അദ്ദേഹം പോകുമ്പോൾ തന്നെ. ഫഖുൽത്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അടുക്കി എന്നിട്ട് ഫഖുൽത്തു ഞാൻ പറഞ്ഞു, ഫഖുൽത്തുല്ലഹു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇന്ന ഖരീബാനി ഹഉന ഇന്ന നമ്മളാകുന്നത്, ആ വൃദ്ധനോട് പറഞ്ഞേ, ഇന്ന നമ്മളാകുന്നത് ഖരീബാനി ഹഉന ഇവിടെ നമ്മൾ രണ്ടുപേരും ആരാണ്, വിദേശികളാണ്. വകുല്ലു ഖരീബിൻ ലി ഖരീബിൻ നസീബു വകുല്ലു ഖരീബിൻ ഓരോ വിദേശിയും ലി ഖരീബിൻ മറ്റൊരു വിദേശിക്ക് നസീബുൻ എന്താണ് ഒരു അടുത്തവനാണ്, കുടുംബക്കാരനാണെന്നൊക്കെ അറിയില്ലേ, എന്നിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇവിടെയാണ് നമ്മളെ ഹെഡിങ്ങിൻ്റെ പ്രസക്തി വരുന്നത്. ഇന്ന് ഖരീബ നമ്മൾ സഹായിക്കുന്ന ആളും സഹായിക്കപ്പെട്ട ആളും എന്താണ് ഇവിടെ വിദേശികളാണ്. ഇന്ന ഖരീബാണ് തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും വിദേശികളാണ്. ഹൗന ഇവിടെ നമ്മൾ രണ്ടുപേരും ആരാണ്, വിദേശികളാണ്. ഓക്കെ, അപ്പോൾ ഈ കവിതൻ്റെ ആശയമാണ് ഈ അടുത്ത പേജിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ആശയം പഠിച്ചാൽ തന്നെ ഈ കവിത മൊത്തം പഠിട്ടോ. നോക്കുക, നക്റാൽ ഫിക്റത വനഫമു നമുക്ക് ഈ ഫിക്റ വായിക്കാം എന്നിട്ട് മനസ്സിലാക്കാം. ഇത് ഈ ഓരോ ലൈനും മറ്റേ ഓരോ ലൈനിനും സെയിമായിട്ട് അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിൻ്റെ ആശയമാണ് ദാത്ത മസായും കാന ഷായറു മാഷിഫി ബഗ്ദാദി. പിന്നെ രണ്ടാമത്തെ ലൈനിൻ്റെ ആശയമാണ് ഫറാ ഷെയ്ഖൻ മുസന്നിൻ. അങ്ങനെയൊക്കെ അതിലൊന്ന് വായിച്ചു തരാം. ദാത്ത മസായിൻ ഒരു വൈകുന്നേരം കാന ഷായിറു ഈ കവിയായിരുന്നു മാഷിൻ ഫി തൊരീഖി ബഗ്ദാദി ബഗ്ദാദിൽ ഓരോ തെരുവിൽ കൂടി ഇങ്ങനെ നടന്ന് ഒരു വയലിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഫറാ ഷെയ്ഖൻ അപ്പോൾ ഒരു വൃദ്ധനെ കണ്ടു, മുസന്നിൻ വളരെയധികം വയസ്സായ ഒരു കുനിഞ്ഞ് കിടക്കുന്ന ഒരു വൃദ്ധൻ അദ്ദേഹം എന്തായി കണ്ടു. സിയാബു ബാലിയത്തുൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്തായിട്ടുണ്ട്, കീറിയിട്ടുണ്ട്. ഖൈറ അന്നഹ എന്നാലും അതല്ല അതാണ് നളീഫത്ത് വൃത്തിയുള്ളൊരു വസ്ത്രമാണ് ആ വസ്ത്രം. യസീറു റജുലു ഫീ ത്വരീഖിൻ വഹുവ ഹസീനുൻ. യസീറു റജുലു അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്, അല ത്വരീഖ് ആ വഴിയിൽ കൂടി അദ്ദേഹം നടന്നിങ്ങനെ പോവുകയാണ്. വഹുവ ഹസീനുൻ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് നടക്കുമ്പോൾ തന്നെ. വൽ അവാമു എന്നാൽ ജനങ്ങളാകുന്നത് തബിഊനഹു ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്ന് വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാക്കിൽ തന്നെ ജനങ്ങളുമുണ്ട് നടക്കുന്ന ഇടയിൽ. യസുബൂനഹു ജനങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറയുന്നുണ്ട്. വയർമൂനഹു അദ്ദേഹത്തെ എറിയുന്നുണ്ട്. ബിൽ ഹസ വടിക്കൊണ്ട് അദ്ദേഹത്തെ എറിയുന്നുമുണ്ട്. വലാകിന്നഹു എങ്കിലും അദ്ദേഹം ആരാണ്, സാക്കിത്തുൻ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. ലാ യറുദ്ദു അലൈഹിം ഷൈഅ അവരോട് അദ്ദേഹം ഒന്നും എന്താവുന്നില്ല. ലാ യറുദ്ദു അലൈഹിം ഷൈഅൻ അവരോടൊന്നും അദ്ദേഹം ഒന്നും പറയുന്നില്ല. യഖിഫുർ റജുലു അസ്നാ സൈരിഹി അങ്ങനെ എന്തായി ഇടയ്ക്ക് എന്തായി യഖിഫുർ റജുലു ആ വൃദ്ധൻ എന്താവുന്നു, ആ പുരുഷൻ അവിടെ നിൽക്കുന്നു. അസ്നാ സൈരിഹി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. വഷ്ഹഖു ചില സ്ഥലങ്ങളിൽ അദ്ദേഹം എന്താവുന്നുണ്ട്, കിടക്കുന്നുമുണ്ട്, എന്നിട്ട് വിശ്രമിക്കുന്നുണ്ട്.
യുലിമു ഹാദൽ മന്ദറു കുല്ലദി കൽബിൻ യുലിമു ഹാദൽ മന്ദറു ഈ ഒരു കാഴ്ച എന്താകും വേദനിപ്പിക്കും. ഹാദൽ കുല്ലുദി കൽബിൻ എല്ലാ നല്ല മനസ്സുള്ള ആളുടെയും മനസ്സെന്താവുന്നതാണ് ഈ ഒരു കാഴ്ച കണ്ടാൽ വേദനിക്കുന്നതാണ്. അമ്മാരത്തെ കാഴ്ചയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാഴ്ച കണ്ടല്ല എല്ലാവരും മനസ്സെന്താവുന്നതാണ് വേദനിക്കുന്നതാണ് എന്ന് എന്തായി പറഞ്ഞു മനസ്സുള്ള ആളുകൾ കേട്ടോ. അപ്പം എന്തായി സഅല ഷാഇറു അൻ ഹാദ ഷൈഖ് സഅല ഷാഇറു കവി എന്തായി ചോദിച്ചു അൻ ഹാദ ഷൈഖിൽ മദ്ലൂം ഈ ഒരു വേദനിക്കപ്പെട്ട ആളെ കുറിച്ചിട്ട് എന്തായി അവിടെ ഒരാളോട് കവി എന്തായി ചോദിച്ചു. ഫഖീല അപ്പോൾ പറഞ്ഞു ഹുവലക്കു നിങ്ങൾ ചോദിച്ച സത്യമാണ്. വഹുവ ഗരീബുൻ ബി വലദീന ഈ നാട്ടിൽ അദ്ദേഹം പുതിയതായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു, വിദേശിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഖ്തറബ ഷായിറു മിൻ ഷൈഖി ആ വൃദ്ധൻ്റെ അടുത്തിലേക്ക് കവി ഇങ്ങനെ പോയി ഈ മുസാഅദത്തി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പോയി. വഖാല എന്നിട്ട് പറഞ്ഞു ഇന്ന ഗരീബുൻ മിസ്ലക ഇന്ന തീർച്ചയായിട്ടും അന ഗരീബുൻ ഞാൻ വിദേശിയാണ് മിസ്ലക ഞാൻ നിങ്ങളെ പോലെ വിദേശിയാണ് ഇവിടുത്തെ ഫി ഹാദൽ ബലദി ഈ ഒരു നാട്ടിൽ ഞാൻ നിങ്ങളെ പോലെ വിദേശിയാണ്. ഫകുല്ലു ഗരീബിൻ ലി ഗരീബിൻ ആഖർ ഓക്കെ ഫകുല്ലു ഗരീബിൻ ഓരോ വിദേശിയും ഖരീബുൻ അടുത്തവനാണ് ലി ഗരീബിൻ ആഖർ മറ്റൊരു വിദേശിക്ക് എന്താണ് അടുത്തവനാണ്. ഓക്കെ, ഇനി നെക്തശിബു നമുക്ക് കണ്ടുപിടിക്കാൻ മനുഷ്യൻ നമുക്ക് പാടാം. ഈ ഓരോ ഈ പോയിന്റ്സ് ഉണ്ടല്ലോ ഈ പോയിന്റ്സിന് യോജിച്ച ലൈൻ എന്താണ്ട് നമ്മുടെ കവിതയിൽ കണ്ടുപിടിക്കാനാണ്. ഇതിൽ കുറേ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ആകെ 2 ആക്ടിവിറ്റീസും. അപ്പോൾ നോക്കുക യസീറു ഷെയ്ഖ് മുസിന്നുൻ അലത്തൊരേക്ക് കൊന്നിങ്ങാട് ബസ്സിൽ ഇങ്ങനെ വയൽ കൂടി നടക്കുന്നു. അതിന് യോജിച്ച ലൈൻ ഏതാണ്? ഇതാണ് കണ്ടോ. ഫസാദഫത്ത് ഷെയ്ഖു ഖദ് ഹനതഹറു ലഹറഹു ലഹു ഫൗകം മുസ്തന്നിസ് ത്വരീഖി ദബീബു എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. പിന്നെ യസീറുൻ നാസു വറാ ഷെയ്ഖ് യസുബ്ബൂനഹു വയറുമൂനഹു ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കൂടി നടന്നിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നുമുണ്ട്, മാത്രമല്ല അദ്ദേഹത്തെ എറിയുന്നുമുണ്ട്. അതിന് യോജിച്ചത് ഏതാണ്? ഈ ഒരു ലൈനാണ്. യസീറു ഹുവൈന വൽ ജമാഹിറു ഖൽഫഹു യസുബ്ബൂനഹു വശൈഖു ലൈസ യുജീബു ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കൂടി നടക്കുന്നുണ്ട്, ജനങ്ങൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നുണ്ട്, എറിയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം എന്താവുന്നില്ല, അതിന് ഒന്നും അദ്ദേഹത്തിന് അതിന് ആൻസർ എതിരായിട്ടൊന്നും പറയുന്നില്ല. ഇതും ഇതേക്കോളി ഇതും അതിൻ്റെ പേരെഴുതണം. അഹാലു അലൈഹി ബിൽ ഹസ്സ യർജുമൂനഹു വഫി റഅസ് മിൻഹു ശജ്ജത വനദൂബു. ഓക്കെ, ഇനി അവസാനത്തത് യുലിമു ഹാദൽ മൻദർ കുല്ലു ഇൻസാനിൻ എല്ലാ ജനങ്ങളുടെയും മനസ്സെന്താകുന്നതാണ് ഇത് കണ്ടാൽ വേദനിക്കുന്നതാണ്. ഇതാണ് ലഹു വഖഫത്തുൻ യഖ്വാ ബിഹാ വസുമ്മ ഷഹഖത്തുൻ തകാദു ലഹൻ നഫ്സു ഷഫീഖ് തദൂബ് അദ്ദേഹം ചില സ്ഥലത്ത് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കിടക്കുന്നുണ്ട്, ഒന്നുകൂടി ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടാൽ എല്ലാ മനസ്സുള്ള ഷഫീഖായ ആളുടെയും മനസ്സെന്താണ് വേദനിക്കുന്നതാണ്, ഉരുകുന്നതാണ്. അപ്പം അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എന്താവുന്നത് വരുന്നത്. ഓക്കെ, ഇനി നുനാക്കിഷു അൽ ഹഖു ഗരീബുൻ ഫി ബുൽദാനിന അദ്ദേഹം അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിൽ എന്താണ് അദ്ദേഹം വിദേശിയാണ് എന്ന് എന്തായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാട്ടിലത്തെ ഒരാൾ. അപ്പം നമ്മളോട് ചോദിക്കണം ഹൽ തുവാഫിഖു ഹാദ തസ്രീഹ് നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ലിമ എന്തുകൊണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടെങ്കിൽ എന്താവുക നിങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സത്യം അതിനെ കുറിച്ചിട്ട് എന്താവുക സത്യമാണോ അസത്യമാണോ എന്ന് കുറിച്ചിട്ട് നിങ്ങൾ എന്താവുക എഴുതാം. ഇനി അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കൂടി എന്താ നമുക്ക് നോക്കാം. അനി ഷായിർ ജമീൽ സിദ്ദീഖി സവാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജമീൽ സിദ്ദീഖി സവാഹി ഷായിറുൻ ഇറാഖി മഷ്ഹൂറുൻ ഒരു ഇറാഖി കവിയാണ്. മഷ്ഹൂറുൻ വളരെയധികം പ്രസിദ്ധമായ വളരെയധികം അറിയപ്പെട്ട ഒരു ഇറാഖി കവിയാണ്. ഉലിദ് അദ്ദേഹം ജനിച്ചു സനത്ത് 1863 മീലാദ് 1863 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. കാന വാലിദു തൻ്റെ പിതാവായിരുന്നു മുഫ്തൽ ബഗ്ദാദിലെ മുഫ്തിയായിരുന്നു.
തവല്ല ജമീൽ സിദ്ദീഖി ഇദ്ദത്ത മനാസിബ് തവല്ല അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹം നേടി ഇദ്ദത്ത മനാസിബൻ കുറേ സ്ഥാനങ്ങൾ അദ്ദേഹം നേടി ഫി മജാലി തർബിയത്തി വിദ്യാഭ്യാസ മേഖലയിലും കുറേ സ്ഥാനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. അതേപോലെ തന്നെ വസിഹാഫത്തി ജേർണലിസ്റ്റ് മേഖലയിലും അദ്ദേഹം കുറേ സ്ഥാനങ്ങൾ എന്തായി ഏറ്റെടുത്തു. വനഅള്ളമ അശ്ആറൻ കസീറൻ കുറേ കവിതകൾ എന്തായി അദ്ദേഹം എഴുതി. വഹുവ അദ്ദേഹമാകുന്നത് മിർ റുവാദി ശുഅറാഇ നഹ്ലത്തി അൽ ഹദീസ വഹുവ അദ്ദേഹമാകുന്ന മിർ റുവാദി അദ്ദേഹം റുവാദി ശുഅറായി കവികളുടെ നേതാവിൽപ്പെട്ടതാണ്. നഹ്ലത്തുൽ ഹദീസ ആധുനിക കവിത എഴുതുന്നവരിൽ പെട്ട ആളാണ്, നേതാക്കളിൽ പെട്ട ഒരാളുമാണ് അദ്ദേഹം. വമിൻ മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് പെട്ടതാണ് അദ്ദീവാൻ. ഈ രചനകൾ ഏതൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അദ്ദീവാൻ, അതേപോലെ തന്നെ റുബഇയ്യാത്ത്, അൽ കലിമുൽ മൻദൂമ, പിന്നെ അതേപോലെ തന്നെ തുവഫ അദ്ദേഹം വഫാത്തായി ജമീൽ സിദ്ദീഖി സനത്ത് 1936 മീലാദിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് വഫാത്ത് ആയിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ക്ലാസ് ഇവിടെ വെച്ച് നമ്മൾ എന്തായിട്ടുണ്ട് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാഠം കൂടി കഴിഞ്ഞു. ഇനിയില്ല കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഡിക്ഷണറി പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ക്ലാസ് ഫസ്റ്റ് 1 മുതലും അദ്ദേഹത്തിന് ഇടയിൽ നിന്നൊക്കെ കേട്ട എല്ലാവർക്കും അല്ലാഹു തആല SLC എക്സാമിനേഷനിൽ A+, അറബിയിൽ A+ നൽകട്ടെ. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു തആല എന്താകട്ടെ A+ നൽകട്ടെ. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി ഇപ്പോൾ ജനുവരി ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാം കുറേ തിരക്കുകൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ് കുറേ തിരക്കുണ്ടാവും. അതുകൊണ്ട് ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ചിലായിരിക്കും എക്സാം എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കരുതിയിട്ടുള്ളത് ഇപ്പം സ്റ്റോറീസ് ഞങ്ങൾ ഇടും പറഞ്ഞിട്ടുണ്ട്, നല്ല നല്ല സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ കുറേ ഇസ്ലാമികമായിട്ട് അങ്ങനത്തെ സ്റ്റോറീസ് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ അഫുൽ ഓല് കിടന്ന് ഇങ്ങനെ ഓരോ വിചിത്രമായ ഒരു സ്റ്റോറീസ്, അങ്ങനത്തെ ഓരോ സ്റ്റോറീസ് ആയിരിക്കും ഞങ്ങൾ ഇടുക. അപ്പോൾ എല്ലാവരും കേൾക്കണം. അത് ഇപ്പോൾ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അറബി ക്ലാസ്സിന് മൊത്തമായിട്ട് ഒരു ഒറ്റ പാർട്ടായിട്ട് ഇടുന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം ജനുവരിയിൽ ഇൻഷാ അല്ലാഹ് ജനുവരി ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സ്റ്റോറി ഞങ്ങൾ ഇടും. അപ്പോൾ അതെല്ലാവരും എന്താണ് കാണണം. പിന്നത്തെ വീഡിയോ നമ്മൾ ചാനലിലിടുക ഫെബ്രുവരിയിലായിരിക്കും ഇടുക. ചിലപ്പോൾ ഒരു മാസത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത്രയൊക്കെ ഒന്നും ഉണ്ടാവില്ല. അതിൽ നമ്മൾ എന്തായിരിക്കും വേറെ സ്റ്റോറി ഇടും, നല്ലൊരു സ്റ്റോറി ഇടും. പിന്നെ അതേപോലെ തന്നെ മാർച്ചിലും ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു സ്റ്റോറി ഇടുക. ടോട്ടലി ഈ 3 മാസങ്ങളിൽ 3 സ്റ്റോറി ആയിട്ട് ഇടും. പിന്നത്തെ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനത്തെ ഇനി അപ്പം നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആവും. അതിൽ ഞങ്ങൾ എന്താവുന്നതാണ് ഓരോ മാസത്തിൽ 4 വീഡിയോസ്, ഓരോ ആഴ്ചയിൽ ഒരൊറ്റ വീഡിയോസ് അങ്ങനെയായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇടുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ നിങ്ങളെ ക്ലാസ് കണ്ടതിനെ കുറിച്ചിട്ടില്ല എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് കമൻറ്റ് ചെയ്യണം. എല്ലാവരും മറക്കരുത്, എല്ലാവരും അഭിപ്രായം എന്താവുക കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ്. ഓക്കെ, ഇനി പുതിയ കണ്ടന്റിനെ കുറിച്ചിട്ട് നമ്മൾ തീരുമാനിച്ച കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താവുക കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.